നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിൽ നിന്നും മൊഴിയെടുക്കാൻ ED വീണ്ടും എത്തുന്നു. അടുത്ത ചൊവ്വാഴ്ച EDക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നടൻ ജയറാമിന് നോട്ടീസ് നൽകിയെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. നേരത്തെ കേരള പോലീസിന്റെ SIT സംഘവും ജയറാമിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. 2 ആഴ്ച മുമ്പ് ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് SIT നടന്റെ മൊഴിയെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത തേടിയാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ കുറേ പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അവരെല്ലാം തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ജാമ്യത്തിൽ ഇറങ്ങി. ഘട്ടം ഘട്ടമായി ഓരോരുത്തരായി ജാമ്യത്തിൽ പുറത്തിറങ്ങുകയാണ്. പക്ഷേ അവരെയൊക്കെ തന്നെ ED വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. പലർക്കും ED നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ഇതിൽ ആദ്യഘട്ടത്തിൽ SITയുടെ ചോദ്യം ചെയ്യലിന് നടൻ ജയറാമും ഭാഗമായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ EDയും നടൻ ജയറാമിനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ പ്രദർശിപ്പിക്കുകയും പൂജയ്ക്ക് വെക്കുകയും ചെയ്ത ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. തുടർന്ന് സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നപ്പോൾ സ്വർണ്ണപ്പാളി തൻ്റെ വീട്ടിലെത്തിച്ച സംഭവം ജയറാം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണെന്നും തൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നുമായിരുന്നു ജയറാം അന്ന് പ്രതികരിച്ചത്. ശബരിമല ശ്രീകോവിലേക്ക് പുതുതായി നിർമ്മിച്ച സ്വർണ്ണപ്പാളികൾ വീട്ടിൽ പൂജയ്ക്ക് വെച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്നായിരുന്നു പോറ്റി പറഞ്ഞതെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂജ നടത്തിയതെന്നുമായിരുന്നു ജയറാം പറഞ്ഞത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പല പ്രമുഖരായിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട്, അല്ലാതെയുള്ള പല വ്യവസായികളുണ്ട്. ഇതിൽ സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെട്ടതാണ് നടൻ ജയറാം. ജയറാമിൻ്റെ ഒരു പേരായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കണ്ടെത്തിയത് നാൾ മുതൽ. ഇപ്പോൾ ജയറാമിൻ്റെ വീട്ടിലും ഈ ഒരു ശബരിമലയിലെ ഈ ഒരു അമൂല്യ വസ്തു വെച്ച് അവിടെയും പൂജ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നത്. ഏതായാലും ജയറാമിനും ED ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ എന്തെങ്കിലും ജയറാമിൻ്റെ ഭാഗത്ത് നിന്ന് EDക്ക് കിട്ടാനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനു പുറമെ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന പൂജയിൽ പങ്കെടുത്തതായും നടൻ SITക്ക് മൊഴി നൽകിയിരുന്നു. അതായത് വീട്ടിൽ വെച്ച് മാത്രമല്ല, ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു പൂജയിലും നടൻ ജയറാം പങ്കെടുത്തിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകൾ തേടുന്ന ED ജയറാമിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം ജയറാമിനെ ചോദ്യം ചെയ്തിരുന്നു. ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനിടെയാണ് EDയുടെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നും വിശ്വാസി എന്ന നിലയിൽ തൻ്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ പൂജയ്ക്ക് കൊണ്ടുവന്നുവെന്നാണ് ജയറാം പറയുന്നത്. ഇത് തന്നെ EDയെയും അറിയിക്കും. ഇത് ED വിശ്വാസത്തിലെടുക്കുമോ എന്നതാണ് നിർണായകം. ED കേസിലും ജയറാം സാക്ഷിയാകാനാണ് വിലയിരുത്തൽ. സ്വർണ്ണക്കൊള്ളയിൽ 3 ഉദ്യോഗസ്ഥർ കൂടി ഉടൻ പ്രതിപട്ടികയിൽ ഇടം പിടിക്കും എന്നുള്ളതും കൂടി ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഏതായാലും ദ്വാരപാലക പാളി കേസിൽ 2 പേരും കട്ടിളപ്പാളി കേസിൽ ഒരാളുമാണ് പ്രതികളാവുക. നിലവിൽ അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്ക് മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ, പ്രശാന്ത് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ കുറ്റപത്രം നൽകുന്നത് വൈകുന്നത് പ്രതികൾക്ക് നിയമപരമായി രക്ഷപ്പെടാൻ വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. 2017 സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിജിലൻസ് നടത്തുന്ന ത്വരിത പരിശോധന കേസിൽ വഴിത്തിരിവാകും. ഹൈദരാബാദിലെ ഫിനിക്സ് ഗ്രൂപ്പ് നൽകിയ 3.2 കോടി രൂപയ്ക്ക് പുറമെ ഒരു പ്രമുഖ സിനിമാ താരവും ജ്വല്ലറിയും നൽകിയ സ്വർണത്തിന് ദേവസ്വം ബോർഡ് രസീത് നൽകിയിട്ടില്ല. ഈ സ്വർണം എവിടെ പോയി എന്നതിലാണ് അന്വേഷണം നടക്കുന്നത്. 3.7 കിലോ സ്വർണത്തിന്റെ കുറവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക പാളികളിലും കട്ടിളപ്പാളികളിലും നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 3 ഉദ്യോഗസ്ഥർ കൂടി പ്രതികളാകുമെന്നാണ് സൂചന. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക നീക്കം.
നിലവിൽ അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഇപ്പോൾ അന്വേഷണം നീളുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. എന്നാൽ കുറ്റപത്രം നൽകുന്നത് വൈകും. ഇതോടെ പ്രതികൾക്കെല്ലാം ഇത് പുറത്തേക്ക് വരാൻ അവസരമൊരുക്കും. ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ പ്ലേറ്റുകൾ മാറ്റിയതായും പകരം സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് പാളികൾ വെച്ചതായും ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. പരിശോധനയിൽ ഏകദേശം 3.7 കിലോ തൂക്കത്തിന്റെ കുറവാണ് കണ്ടെത്തിയത്. 1998 മുതൽ 2025 വരെയുള്ള കാലയളവിൽ നടന്ന ഇടപാടുകളാണ് അന്വേഷണ പരിധിയിലുള്ളത്. പഴയ ശ്രീകോവിൽ വാതിൽ എവിടെ പോയി എന്നതിനെക്കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിലെ ലാബുകളിൽ ലഭ്യമല്ലാത്ത അത്യാധുനിക പരിശോധനകൾക്കായി സാമ്പിളുകൾ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ 2017 സ്വർണ്ണക്കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും കേസിൽ നിർണായകമാകും. ഹൈദരാബാദിലെ ഫീനിക്സ് ഗ്രൂപ്പ് നൽകിയ 3.2 കോടി രൂപയ്ക്ക് പുറമെ മറ്റ് ഒരു പ്രമുഖ സിനിമാ താരവും ജ്വല്ലറിയും നൽകിയ സ്വർണത്തിനും ദേവസ്വം ബോർഡ് രസീത് നൽകിയിട്ടില്ല. ഗുരുതരമായ അഴിമതി ആരോപണത്തിന് വഴിവെച്ചിരിക്കുകയാണിത്. ഈ സ്വർണം എവിടെ പോയി എന്നതിനെക്കുറിച്ച് വിജിലൻസ് ത്വരിത പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടു. കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെ 2019 മുതലുള്ള ഫോൺ രേഖകൾ പരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 12-ന് അന്വേഷണ സംഘം സന്നിധാനത്തെത്തി കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കും. കേന്ദ്ര ലാബുകളിൽ നിന്നുള്ള പരിശോധന ഫലം പുറത്തുവരുന്നതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ആഴം വ്യക്തമാകുമെന്നാണ് കരുതപ്പെടുന്നത്. സന്നിധാനത്തെ ദ്വാരപാലക പാളികളിലും കട്ടിളപ്പാളികളിലും സ്വർണ്ണക്കൊള്ള നടന്നതായി ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇതുവരെ നടന്ന അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലാണ് സ്വർണം നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. സന്നിധാനത്തെ പാളികളിൽ നിന്ന് മുൻപുണ്ടായിരുന്ന സ്വർണ്ണ പ്ലേറ്റുകൾ കൊള്ളയടിക്കപ്പെട്ടുവെന്ന് പകരം സ്വർണം വളരെ നേർത്ത രീതിയിൽ പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണ് ഇപ്പോൾ ഉള്ളതെന്നും ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 3 പേരുടെ പങ്കാളിത്തം വ്യക്തമായതായി കോടതി പറഞ്ഞു. ദ്വാരപാലക പാളി കേസിൽ 2 പേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും ഉടൻ പ്രതി ചേർക്കുമെന്നും ഇവരുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. ഈ 3 പേരും ജീവനക്കാരാണ്. ഇവരെയാകും ഇനി അറസ്റ്റ് ചെയ്യുക. 2017 നടന്ന കൊടിമര പ്രതിഷ്ഠയ്ക്കായി ഫീനിക്സ് ഗ്രൂപ്പ് 3.2 കോടി രൂപ സ്പോൺസർ ചെയ്തിരുന്നുവെന്നും അതിൽ ബാക്കി വന്ന 16 ലക്ഷം രൂപ ദേവസ്വം ബോർഡിനെ കൈമാറിയിരുന്നുവെന്നും അവകാശവാദമുണ്ട്. ഒരു പ്രമുഖ സിനിമാ താരവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം തന്നെ കൃത്യമായിട്ട് ഓരോ തെളിവുകളും ശേഖരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് EDയും SITയും അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. SITയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അറസ്റ്റിലായിട്ടുള്ളവരെല്ലാം തന്നെ പുറത്തിറങ്ങിയപ്പോൾ ഇനി യാതൊരു തരത്തിലുള്ള അന്വേഷണവും തങ്ങളിലേക്ക് വരില്ല എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ അടുത്ത സെക്കൻഡ് മുതൽ ED ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. പലരെയും ചോദ്യം ചെയ്തു. പലർക്കും ചോദ്യം ചെയ്യാനായിട്ട് ഹാജരാകാനും ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ EDയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി അറസ്റ്റിലാകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്.